ഇന്നലെ പൂക്കി മുഖ്യമന്ത്രിയുടെ ഈ ഏമ്പാറ്റകളല്ല ഈ യുവമോർച്ച പ്രവർത്തകർ ഏത് വെല്ലുവിളിയെയും അതിജീവിക്കുവാൻ, ഭാരതത്തെ അസ്ഥിരപ്പെടുത്തുവാൻ, ഭാരതത്തിന്റെ പ്രധാനമന്ത്രി അപകീർത്തിപ്പെടുത്തുവാൻ ശ്രമിച്ചാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ ക്ലിഫ് ഹൗസിന് വെളിയിലിറങ്ങില്ല. ദാറ്റി കൊടുക്കുവാൻ ശ്രമിക്കുന്നവർ, ഇന്നലെ ഈ രാജ്യങ്ങളിൽ വിധ്വംസക പ്രവർത്തനം നടത്തുന്നവർ, വിദേശ രാജ്യങ്ങളിൽ നിന്ന് കഴിഞ്ഞ 12 വർഷക്കാലമായി ഈ രാജ്യത്തിന് അഭിമാനകരമായ നേട്ടം നടത്തുന്ന ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഭാരതത്തിന്റെ യശസ്സുയർത്തുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ, ഭാരതത്തിന്റെ രാഷ്ട്ര സംവിധാനത്തെ അസ്ഥിരപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന കൈകളിൽ ഒരു കളിപ്പാതയായി മാറിക്കൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയതുപോലുള്ള സമരമല്ല കേരളത്തില് PSCയുടെ നിരന്തരമായ അട്ടിമറിക്കെതിരെ നടത്തുന്ന യുവമോർച്ച നടത്തുന്ന ഈ സമരം. ജലപീരങ്കിയിലെ വെള്ളം ലാത്തിയുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതുകൂടി കൂട്ടിക്കോ. ഈ സമരം അവസാനിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളതേ അല്ല. നമ്മൾ ഇന്നിവിടെ എന്തിനാണ് ഈ സമരം നടത്തിയത് എന്നുള്ളതിനെ കുറിച്ചെല്ലാം വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തിയിട്ടാണ് ഈ സമരവുമായി വന്നത്. അല്ലാതെ രാഹുൽ ഗാന്ധി കേക്ക് മുറിക്കാൻ വേണ്ടി വരൂ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിമാരെ വിളിച്ചു വരുത്തി പറ്റിച്ചതുപോലെ ആയിരുന്നില്ല യുവമോർച്ചയുടെ ഈ സമരം. ഞങ്ങൾ കൃത്യമായി പത്രസമ്മേളനം നടത്തി ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു, പോലീസ് ഏമാന്മാരോട് പറഞ്ഞു, ഞങ്ങൾ ക്ലിഫ് ഹൗസിലേക്ക് വരുന്നുണ്ട് യുവമോർച്ചയുടെ സമയം പറഞ്ഞു, ഡേറ്റ് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ പറഞ്ഞു അരാജകവാദികൾ നടത്തിയ സമരം പോലെ ആയിരിക്കില്ല. ഉറച്ച മുഷ്ടയും മച്ചയും മാംസവുമുള്ള നിരായുധരായ ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് വരും. അക്രമത്തിന്റെയോ ആയുധത്തിന്റെയോ ഒരു പിന്തുണ ഞങ്ങൾക്കുണ്ടായില്ല. മറ്റ് ജനാധിപത്യത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഈ യുവശക്തിയുടെ പോരാട്ടം ഈ ക്ലിഫ് ഹൗസിന്റെ മുന്നിൽ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ ഒരു കാര്യം കൂടി പറയുന്നു, നിങ്ങളുടെ ടാങ്കുകളിലെ വെള്ളം, ജലപീരങ്കിയിലെ വെള്ളം, ലാത്തിയുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതുകൂടി കൂട്ടിക്കോ. ഈ സമരം അവസാനിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളതേ അല്ല. PSCയുടെ ക്രമക്കേടുകൾ വ്യാപകമായി നടക്കുന്ന ഈ സമയത്ത് അതൊന്നും തിരിഞ്ഞു നോക്കാതെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അപമാനിക്കാൻ മുഖ്യമന്ത്രി എന്ന പദവിയിലിരിക്കുന്ന ഒരാൾ കേറിയിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങളോട്, യുവാക്കളോട് മറുപടി പറഞ്ഞേ മതിയാകൂ എന്നതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇവിടെ മനു പ്രസാദ് സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ സമരത്തിന്, വലിയൊരു പോരാട്ടത്തിന് ഇന്ന് അനന്തപുരി കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി തുടക്കം കുറിക്കുകയാണ്. ഡൽഹിയില് അമിത്ഷായുടെ പോലീസ് ഇത്രയും വലിയ ജലപീരങ്കി പ്രയോഗം നടത്തിയിട്ടില്ല, ഇത്രയും വലിയ ഭീഷണി പോലീസ് നടത്തിയിട്ടില്ല. ചെറിയൊരു ജലപീരങ്കി പ്രയോഗം ഡൽഹിയിൽ നടത്തിയപ്പോൾ ഓടി മറഞ്ഞ കോൺഗ്രസുകാരെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അവരുടെ മുന്നിലാണ് ഈ പോലീസ് വളരെ തീക്ഷ്ണമായ രീതിയിൽ ജലപീരങ്കി പ്രയോഗം നടത്തിയിട്ട് പിന്മാറാതെ ഉജ്ജ്വലമായ ഒരു സമര പോരാട്ടത്തിന് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. ഇവിടെ 2 കാര്യങ്ങൾ നമ്മളിന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. PSC പരീക്ഷയുടെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരം ഇവിടെ ചില പോരാട്ടങ്ങൾ നടത്തുന്നു. മറുഭാഗത്ത് കേന്ദ്ര ഗവൺമെന്റ് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടെടുത്തിയ തീരുമാനം നമ്മുടെ മുന്നിലുണ്ട്. ഇന്നലെ രാത്രി 12 മണിക്ക് ലോകാരാധനായ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് എടുത്ത തീരുമാനങ്ങൾ എന്ത് നടപ്പിലാക്കുവാൻ പോകുന്നത് എന്ന് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളോട്, രക്ഷകർത്താക്കളോട് അദ്ദേഹം ഇന്നലെ തുറന്നു പറഞ്ഞു. അവിടെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കണ്ടുപിടിക്കേണ്ടത്. അതിവേഗ കോടതി സ്ഥാപിക്കുന്നു, കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും. യാതൊരു വിട്ടുവീഴ്ചയും നീറ്റ് പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയ്ക്കും കേന്ദ്ര ഗവൺമെന്റ് തയ്യാറല്ല. അതിവേഗ കോടതി അതിന്റെ തീരുമാനങ്ങളിലേക്ക് പോകും. CBIയുടെ അന്വേഷണം നടത്തും. രക്ഷകർത്താക്കളുടെയും വിദ്യാർത്ഥികളുടെയും ആശങ്ക പരിഹരിക്കുവാൻ കേന്ദ്ര ഗവൺമെന്റ്, പ്രധാനമന്ത്രി തയ്യാറാണ് എന്ന ഇന്നലെ അർദ്ധരാത്രി അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാട് വ്യക്തമാക്കുകയുണ്ടായി. അവിടെ സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കുവാൻ ശ്രമിക്കുന്നവർ, ഇന്നലെ ഈ രാജ്യങ്ങളിൽ വിധ്വംസക പ്രവർത്തനം നടത്തുന്നവർ,
വിദേശ രാജ്യങ്ങളിൽ നിന്ന് കഴിഞ്ഞ 12 വർഷക്കാലമായി ഈ രാജ്യത്തിന് അഭിമാനകരമായ നേട്ടം നടത്തുന്ന ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഭാരതത്തിന്റെ യശസ് ഉയർത്തുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ, ഭാരതത്തിന്റെ രാഷ്ട്ര സംവിധാനത്തെ അസ്ഥിരപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന കൈകളിൽ ഒരു കളിപ്പാതയായി മാറിക്കൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയതുപോലുള്ള സമരമല്ല കേരളത്തില് PSCയുടെ നിരന്തരമായ അട്ടിമറിക്കെതിരെ നടത്തുന്ന യുവമോർച്ച നടത്തുന്ന ഈ സമരം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങളുടെ പൂക്കി മുഖ്യമന്ത്രിയുടെ ഈ ആമ്പാറ്റകളല്ല ഈ യുവമോർച്ച പ്രവർത്തകർ. ഏത് വെല്ലുവിളിയെയും അതിജീവിക്കുവാൻ, ഭാരതത്തെ അസ്ഥിരപ്പെടുത്തുവാൻ, ഭാരതത്തിന്റെ പ്രധാനമന്ത്രി അപകീർത്തിപ്പെടുത്തുവാൻ ശ്രമിച്ചാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ ക്ലിഫ് ഹൗസിന് വെളിയിലിറങ്ങില്ല. ഈ ചൊണക്കുട്ടന്മാർ മാത്രം മതി. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അതാണ്. കേരളത്തിലെ PSCയുടെ തട്ടിപ്പ് ഇവിടെ പുറത്തു വരികയുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷ പ്ലാനിംഗ് ബോർഡ് ചീഫ് എക്സാം, KS പോലെ സെക്രട്ടേറിയറ്റ് അഡ്മിനിസ്ട്രേഷൻ നടത്തുന്ന പരീക്ഷ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷ. അതിൽ 58 ചോദ്യങ്ങൾ വാല്യൂ ചെയ്യുന്നില്ല. മറിച്ച് PSC അവിടെ തീരുമാനിക്കുന്നത് ഇടതുപക്ഷത്തിൽപ്പെട്ടവർ അവർ ഈ പരീക്ഷയിൽ വിജയിക്കണം, അവർ ഉദ്യോഗാർത്ഥികളായി മാറണം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന യുവതി യുവാക്കൾ PSCയുടെ ഉദ്യോഗം കാത്തു പ്രതീക്ഷിക്കുന്ന ആ ചെറുപ്പക്കാർ അവർ സംശയം തോന്നിയപ്പോൾ അവർ വിവരാവകാശ നിയമം എടുക്കുന്നു. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ആൻസർ പേപ്പർ അവർ വാങ്ങുകയാണ്. അപ്പോഴാണ് ആ ഉദ്യോഗാർത്ഥികൾക്ക് മനസ്സിലാകുന്നത് 18 ചോദ്യങ്ങൾ, അവരുടെ 18 ചോദ്യങ്ങൾ അത് മൂല്യനിർണ്ണയം നടത്തിയിട്ടില്ല. ആരെ സംരക്ഷിക്കാൻ വേണ്ടി? PSCയുടെ എല്ലാ വിശ്വാസതയും ഇല്ലാതാക്കുന്ന നിരന്തരമായ ചില കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും വലിയ ക്രിമിനലായ, തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ ക്രിമിനലായവർ PSC പരീക്ഷയിൽ, പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയിൽ 1ാം റാങ്കിൽ വന്ന ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ PSCയുടെ എല്ലാ പരീക്ഷാ ക്രമക്കേടുകളും അന്വേഷിക്കുവാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ? അതോ LDFനെ നിങ്ങളുടെ കടൽവെച്ചിയായ ഇന്നലകളിൽ അവർ ഡൽഹിയിൽ പോയി നിന്ന് ഒരുമിച്ച് മുദ്രാവാക്യം വിളിച്ചു. ജോൺ ബ്രിട്ടാസ് വിളിച്ച മുദ്രാവാക്യമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ഏറ്റുവിളിച്ചത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ PSCയുടെ ക്രമക്കേട്, ആ വിദ്യാർത്ഥികൾ വിവരാവകാശ നിയമം അനുസരിച്ച് എടുത്ത ആ മറുപടിക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങൾ എന്ത് തീരുമാനമാണ് എടുക്കുന്നത്? എന്താ PSC ചെയർമാന്റെ ഏറ്റവും പുതിയ തീരുമാനം? കേരളത്തിലെ PSC ചെയർമാന്റെ പുതിയ തീരുമാനം, ചോദ്യ പേപ്പർ തയ്യാറാക്കിയ ആരാണ് എന്ന ലിസ്റ്റ് ഇവിടെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറില്ല. ആരാണ് അപ്പോൾ ഈ ചോദ്യ പേപ്പർ തയ്യാറാക്കിയത്? PSC ചെയർമാൻ ഏറ്റവും വലിയ വിശ്വാസ്യതയുള്ള ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തിന്റെ ചെയർമാൻ പറയുന്നു ചോദ്യ പേപ്പർ തയ്യാറാക്കിയവരുടെ ലിസ്റ്റ് ഞങ്ങൾ കൊടുക്കില്ല എന്ന്. CPMന്റെ നേതാക്കന്മാർ ഇന്നലകളിൽ വിദ്യാലയത്തിന്റെ അടുത്തുപോലും പോകാത്തവർ തയ്യാറാക്കിയ ചോദ്യമാണ്. ആ ചോദ്യപേപ്പർ തയ്യാറാക്കിയവരുടെ ലിസ്റ്റ് കൊടുക്കില്ല എന്ന് പറയുന്നത്. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിയെ, നിങ്ങൾക്ക് തന്റേടമുണ്ടോ? ആ ലിസ്റ്റ് നിങ്ങളുടെ ആഭ്യന്തര വകുപ്പിനെ കൊണ്ട് ചോദിച്ചു വാങ്ങിയിട്ട് ആ കുറ്റവാളിയെ ശിക്ഷിക്കുവാനുള്ള നിയമം നിങ്ങൾക്ക് നടപ്പിലാക്കാൻ തയ്യാറുണ്ടോ? ആരാധനായ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ഇന്നലെ രാത്രി 12 മണിക്ക് ഈ രാജ്യത്തോട് സംവേദിച്ചതുപോലെ ഇന്നു രാത്രി നിങ്ങൾക്ക് പറയാമോ PSC തട്ടിപ്പുമായി ബന്ധപ്പെട്ട മുഴുവൻ കുറ്റവാളികളെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുവാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് പറയാനുള്ള കരുത്തുണ്ടോ? ആർജവമുണ്ടോ? ഇവിടെ കേരളത്തിലെ ഉദ്യോഗാർത്ഥികളെ, കേരളത്തിലെ യുവതീ യുവാക്കളെ PSC വഞ്ചിക്കുമ്പോൾ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുവാൻ തന്റെ കാണിക്കാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇന്നലെ അതീവ സുരക്ഷയുള്ള, രാഷ്ട്ര സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു പ്രദേശത്ത് പോയി ഇത്തരം സമരാഭാസങ്ങൾ നടക്കുന്നത്. പക്ഷെ അദ്ദേഹം ബുദ്ധിമാന. ഇന്നലെ അദ്ദേഹം അറസ്റ്റ് വരിച്ചില്ല. അറസ്റ്റ് വരിച്ചാൽ അടുത്ത നിയമ നടപടി എന്താണെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അറിയാം. അറസ്റ്റിന് ഭയന്ന് രാവിലെ എനിക്ക് 8 മണിക്ക് ഫ്ലൈറ്റ് ആണെന്ന് പറഞ്ഞ് തിരുവനന്തപുരത്തേക്ക് വന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ല യുവമോർച്ചയുടെ പ്രവർത്തകർ. നിങ്ങൾ ഏത് അറസ്റ്റ് നടത്തിയാലും, നിങ്ങൾ ഏത് ഭീഷണി നടത്തിയാലും
കിട്ടിയാലും ശരി ഈ സമരം അതിന്റെ വിജയം കാണുന്നവരെ ഇവിടുത്തെ PSC ഉദ്യോഗാർത്ഥികളുടെ കേരളത്തിന്റെ യുവതീ യുവാക്കളുടെ പ്രതീക്ഷ സാക്ഷാത്കരിക്കുന്നവരെ ഈ സമരവുമായി യുവമോർച്ച പാർട്ടി മുന്നോട്ട് പോകും എന്ന് മാത്രം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒപ്പം കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ ഇന്നലെ ഡൽഹിയിൽ ചെന്ന് ഒരുപാട് പേരോട് ചിരിച്ചു. ഭാരതത്തിന്റെ യുവതീ യുവാക്കളോട് ചിരിക്കുന്നുവെന്നാണ് നിങ്ങൾ പറഞ്ഞത്. KSU പ്രസിഡന്റിനെ കാണുമ്പോൾ ഒന്ന് ചിരിക്കാൻ മറക്കരുത്. കേരളത്തിലെ PSC ഉദ്യോഗാർത്ഥികളെ കാണുമ്പോൾ കേരളത്തിലെ യുവതീ യുവാക്കളുടെ ആവശ്യവുമായി നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ ആ ചിരി നിങ്ങൾ മറക്കരുത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും കരുത്തുറ്റ സമരം നടത്തുന്ന കേരളത്തിലെ യുവതീ യുവാക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിരന്തര പോരാട്ടം നടത്തുന്ന മനു പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള ഈ യുവമോർച്ചയുടെ സമരം അത് നാളുകളിൽ കേരളത്തിലെ ഗ്രാമങ്ങളിലേക്ക് പടരുമെന്ന് ഈ ഭരണാധികാരികളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സമരം അതിന് അന്തിമ വിജയം കണ്ടേ മാറുമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഒറ്റ കാര്യം കൂടി കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ ഡൽഹിയിൽ പറഞ്ഞത് കേന്ദ്ര മന്ത്രി രാജിവെക്കണമെന്ന ആ ആവശ്യം ഈ നിങ്ങളെ കഴിഞ്ഞ ആഴ്ച PSCയുടെ ചോദ്യപേപ്പർ മാറി ഞങ്ങൾ ചോദിക്കുന്നു. നിങ്ങൾ അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് പറഞ്ഞ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ സംസ്ഥാനത്ത് നിങ്ങൾ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ചോദ്യപേപ്പർ മാറിപ്പോയതുമായി ബന്ധപ്പെട്ട് രാജിവെക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ തയ്യാറുണ്ടോ? ഇത് കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് യുവമോർച്ചയുടെ സമരത്തിന് ഇത്ര വ്യാപകമായ ജനപിന്തുണ, യുവതീ യുവാക്കളുടെ പിന്തുണ ലഭിക്കുന്നത്. ഇതിനൊരു അരാഷ്ട്രവാദിയുടെയും പിന്തുണ ആവശ്യമില്ല. ഈ രാജ്യത്ത് വിദേശത്തുള്ള ഒരു ഫണ്ടിംഗ് ഏജൻസിയുടെയും സഹായം ഞങ്ങൾക്കില്ല. യുവജനങ്ങളുടെ കരുത്ത് ഞങ്ങൾക്കുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നു.